70,200 लक्ष्यं समुपस्थापितम् इति वार्ताः। സമയം 6:30 ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. നടപടികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിലയിരുത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം ഈ മാസം 18 വരെ സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് തിരികെ ലഭിക്കാനുള്ള പണം വേഗം നൽകണമെന്ന് ഇൻഡിഗോയ്ക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 271 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പിന് മുൻപുള്ള അവസാനത്തെ വാരാന്ത്യ അവധിക്കിടെ പരമാവധി പേരെ നേരിൽ കണ്ട് വോട്ടുകൾ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളും ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നവയിൽ ഉൾപ്പെടുന്നു. ആകെ 36,630 സ്ഥാനാർത്ഥികളാണ് ചൊവ്വാഴ്ചത്തെ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടർമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വിലയിരുത്തി. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കളക്ടർമാർ അറിയിച്ചു. കൊട്ടിക്കലാശത്തിനിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും വിതരണ കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സുഗമമാക്കാനുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും കളക്ടർമാർ പറഞ്ഞു. പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർക്ക് ഇരിക്കാനുള്ള സൌകര്യം, കുടിവെള്ളം, ക്യൂ നിൽക്കുന്നതിനുള്ള സൌകര്യം എന്നിവ ഉറപ്പാക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് തൊട്ടു മുൻപുള്ള 48 മണിക്കൂർ സമയത്തേക്കും വോട്ടെണ്ണൽ ദിവസവും സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കൂടുതൽ സുഗമവും ആകർഷകവുമാക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മോഡൽ, പിങ്ക്, യങ് എന്നിങ്ങനെ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രത്യേക സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളുമായി തിരുവനന്തപുരം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്തുകൾ ഒരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലാകെ 3264 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാകും മോഡൽ, പിങ്ക്, യങ് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കുക. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വീൽചെയറുകൾ, വോട്ടർമാർക്ക് ഇരിക്കാൻ സൗകര്യം, കുടിവെള്ളം, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ എന്നിവയാണ് മോഡൽ പോളിംഗ് സ്റ്റേഷനുകളുടെ പ്രത്യേകത. രോഗികൾ, ഗർഭിണികൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ക്യൂവിൽ മുൻഗണന നൽകും. കന്നി വോട്ടർമാർക്ക് ബൂത്തുകളിൽ സ്വീകരണമൊരുക്കും. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥരും സ്ത്രീകളായിരിക്കുമെന്നതാണ് പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളുടെ പ്രത്യേകത. മൊബൈൽ സെൽഫി പോയിന്റുകൾ അടക്കമുള്ള യങ് പോളിംഗ് സ്റ്റേഷനുകൾ യുവാക്കളായ പോളിംഗ് സംഘമാണ് കൈകാര്യം ചെയ്യുക. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJP വിതരണം ചെയ്യുന്ന ലഘുലേഖയ്ക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ലഘുലേഖകൾ കണ്ടെത്തിയാൽ ഉടൻ നശിപ്പിക്കാനും നടപടിയെടുക്കാനും കമ്മീഷൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ വോട്ടർമാരായ ജീവനക്കാർക്ക് സാധാരണ സേവന ആവശ്യകതകൾക്ക് വിധേയമായി വോട്ട് ചെയ്യാൻ അനുമതി ലഭിക്കും. ഓഫീസിൽ വൈകി വരികയോ നേരത്തെ പോകാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ വോട്ടെടുപ്പ് ദിവസം പ്രത്യേക സമയം അനുവദിച്ചുകൊണ്ടോ ന്യായമായ സൌകര്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പോസ്റ്റ് ഓഫീസുകൾ ഈ മാസം 8 വൈകിട്ട് 6 വരെ പ്രവർത്തിക്കുമെന്ന് പോസ്റ്റ് മാസ്റ്റർ ജനറൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷകളും പോസ്റ്റൽ ബാലറ്റുകളും അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടി. 9 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അടിമാലിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി.
തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനും ആളുകൾക്ക് പൊതുസുരക്ഷയുടെ കാര്യത്തിൽ ആത്മവിശ്വാസം നൽകുന്നതിനുമായിട്ടാണ് പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത്. ദേശീയപാത നിർമ്മാണത്തിനിടെ മൈലക്കാട് പ്രദേശത്ത് റോഡ് തകർന്ന് അപകടത്തെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ കൈക്കൊണ്ടതായി ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായും നിർമ്മാണ കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ. വലത് സർവീസ് റോഡിലൂടെ പൂർണ്ണതോതിലുള്ള ഗതാഗതം ഡിസംബർ 7-ന് സാധ്യമാകും. 8-ന് ഉച്ചയോടെ ഇടത് റോഡിലൂടെ ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ട് ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിക്കും. കൊല്ലത്ത് ദേശീയപാത തകർന്നതിൽ സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിർമ്മാണത്തിലുള്ള ദേശീയപാത തകർന്നതിൽ കേന്ദ്രത്തോട് പറയാൻ സംസ്ഥാനത്തിന് ഒരു പരാതിയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം ഈ മാസം 18 വരെ സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. എന്യൂമറേഷൻ ഫോമുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച പരസ്യം അടുത്ത ദിവസം നൽകും. SIR-മായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീയതി നീട്ടിയത് പര്യാപ്തമല്ലെന്ന് സിപിഐഎം പ്രതിനിധി എം വിജയകുമാർ യോഗത്തിൽ പറഞ്ഞു. SIR-ൽ പ്രവാസി വോട്ടർമാരുടെ പങ്കാളിത്തം നാമമാത്രമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ അറിയിച്ചു. സത്യസന്ധമായി യഥാർത്ഥ വോട്ടർമാർക്ക് അവകാശം വിനിയോഗിക്കാൻ SIR അവസരമൊരുക്കുന്നുവെന്ന് BJP പ്രതിനിധി JR പത്മകുമാർ പറഞ്ഞു. BLOമാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉപ്പളയിൽ BLOയെ SIR വോട്ടർ പട്ടിക വിവരശേഖരണം നടത്തുന്നതിനിടെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. BLOയുടെ ഫോണിലെ SIR ആപ്ലിക്കേഷനിലെ വിവരങ്ങൾ സ്വന്തം ഫോണിലേക്കും മറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും പങ്കുവച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതായി പരാതിയുണ്ട്. ഇയാൾക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. SIR-ന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ആകാശവാണി വാർത്തയോട് പറഞ്ഞു. ഇതിൽ BLOമാരുടെ പ്രവർത്തനം പ്രശംസനീയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഏകദേശം 21 ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത്. അവരുടെ വോട്ടർ പട്ടികയിലുള്ള അവരുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാനും അവരുടെ മറ്റുള്ള ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമം നമ്മൾ ഏകദേശം ഒരു മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. എല്ലാ വീടുകളിലേക്കും നമുക്ക് എന്യൂമറേഷൻ ഫോമുകൾ എത്തിക്കാനും അത് തിരിച്ച് കളക്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ ഈ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലുള്ള പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BLOമാർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജില്ലയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 271 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 270 റൺസ് നേടിയ ദക്ഷിണാഫ്രിക്ക 13 ബോൾ ബാക്കി നിൽക്കെ എല്ലാവരും പുറത്തായി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റൊന്നും കൂടാതെ 44 റൺസ് എന്ന നിലയിലാണ്. വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് തിരികെ ലഭിക്കാനുള്ള റീഫണ്ടുകൾ നാളെ രാത്രി 8 മണിക്ക് മുൻപായി നൽകണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകി. യാത്രക്കാർക്ക് റീഷെഡ്യൂളിംഗ് ചാർജുകൾ ഈടാക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണം നൽകാൻ കാലതാമസമുണ്ടായാൽ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കാഴ്ച പരിമിതർക്ക് വേണ്ടി കോതമംഗലം മെന്റർ അക്കാദമിയിൽ നാളെ രാവിലെ മുതൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയും ജില്ലാ മെഡിക്കൽ അസോസിയേഷൻ കോതമംഗലം ശാഖയും ചേർന്നാണ് പരിപാടി നടത്തുക. കൺസെഷൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകാനും ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. നടപടികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിലയിരുത്തി.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം ഈ മാസം 18 വരെ സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് തിരികെ ലഭിക്കാനുള്ള പണം വേഗം നൽകണമെന്ന് ഇൻഡിഗോയ്ക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 271 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി. നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വർക്കല വരെ എങ്ങനെയൊന്നു പോകും? ബസ്സിലോ കാറിലോ ട്രെയിനിലോ അങ്ങ് പോയാൽ പോരെ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ വർക്കലയ്ക്ക് പോകണമെങ്കിൽ ട്രെയിനോ വിമാനമോ ഒന്നും പോരാ. അല്പം സങ്കീർണമായ ഈ യാത്രയ്ക്ക് ബഹിരാകാശ പേടകം തന്നെ വേണ്ടിവരും. നിലവിലത് ആർക്കും സാധിച്ചിട്ടില്ല താനും. കാരണമെന്തെന്നല്ലേ? ഈ വർക്കല ഇങ്ങ് കേരളത്തിലല്ല, മറിച്ച് അങ്ങ് ചൊവ്വയിലാണ്. സാക്ഷാൽ ചൊവ്വാഗ്രഹത്തിൽ. വർക്കല മാത്രമല്ല, ബേക്കലും തുമ്പയും വലിയ മലയും ഒക്കെയുണ്ട് ചൊവ്വയിൽ. ചൊവ്വയിലെ ശാസ്ത്ര പ്രാധാന്യമുള്ള ചെറിയ ചില ഗർത്തങ്ങൾക്കാണ് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയന്റെ അംഗീകാരത്തോടെ കേരളത്തിലെ ഈ സ്ഥലപ്പേരുകൾ നൽകിയത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തെ വലിയമല, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന തുമ്പ, ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള ക്ലിഫിന്റെ പ്രാധാന്യം പരിഗണിച്ച് വർക്കല, ചരിത്ര സ്മാരകമായ ബേക്കൽ കോട്ടയിൽ നിന്നും ബേക്കൽ എന്നിങ്ങനെയാണ് പേരുകൾക്ക് അംഗീകാരം ലഭിച്ചത്. തുടർച്ചയായ ശാസ്ത്രീയ രേഖകളും വിശദീകരണങ്ങളും നൽകിയതിനു ശേഷമാണ് പേരുകൾ അംഗീകരിക്കപ്പെട്ടത്. തീർന്നില്ല, നമ്മുടെ കൃഷ്ണനുമുണ്ട് അവിടെ. ചൊവ്വയിലെ 50 കിലോമീറ്ററിലധികം വലിപ്പവും 350 കോടി വർഷം പഴക്കവുമുള്ള ഗർത്തമാണ് കൃഷ്ണൻ. വലിയ ഗർത്തങ്ങൾക്ക് ജ്യോതിശാസ്ത്ര രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകണമെന്നതാണ് മാനദണ്ഡം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രഥമ ഡയറക്ടറായിരുന്ന MS കൃഷ്ണന്റെ സ്മരണാർത്ഥം കൃഷ്ണൻ ഗർത്തം എന്ന പേര് നൽകിയത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരി, തിരുവനന്തപുരം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡോക്ടർ VJ രാജേഷിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ PhD ഗവേഷണത്തിന്റെ ഭാഗമായാണ് പേരുകൾ നിർദ്ദേശിച്ചത്. കേരളത്തിലെ ഭൂപ്രദേശങ്ങൾക്ക് ഇത്തരത്തിലൊരു അംഗീകാരം ആദ്യമായാണ് ലഭിക്കുന്നത് എന്നത് ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. കാഴ്ച പരിമിതിയുള്ള വനിതകൾക്കായുള്ള പ്രഥമ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കി. കലാശപ്പോരിൽ നേപ്പാളിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം കപ്പുയർത്തിയത്. ടൂർണമെന്റിലുടനീളം പരാജയമറിയാതെയാണ് ഇന്ത്യ കുതിച്ചത്. നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിസന്ധികളിൽ തളരാത്ത കരുത്തിന്റെയും പ്രതീകമായിരുന്നു ടൂർണമെന്റിലെ നമ്മുടെ താരങ്ങളുടെ പ്രകടനം. സാമൂഹിക മുൻവിധികളും കുടുംബങ്ങളിലെ ബുദ്ധിമുട്ടുകളും ഉൾപ്പെടെയുള്ള ധാരാളം പ്രശ്നങ്ങളെ അതിജീവിച്ച കഥകൾ ടീം അംഗങ്ങളിൽ ഓരോരുത്തർക്കും പറയാനുണ്ട്. കഠിനാധ്വാനത്തിലൂടെ മുന്നേറുന്നവർ കായിക രംഗത്ത് മാത്രമല്ല, ജീവിതത്തിലും ഒരിക്കലും പരാജയപ്പെടുന്നില്ലെന്ന് ടീമിനെ അനുമോദിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അർപ്പണബോധത്തിലൂടെയും നിരന്തര പരിശ്രമത്തിലൂടെയും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ആർജവത്തിന്റെ ആഘോഷമാണ് ഈ വിജയം. റോഡരികിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിരുന്ന ഒരിടം ഉദ്യാനമാക്കി മാറ്റിയ ദമ്പതികൾ. ഇങ്ങനെയാണ് തങ്ങളുടെ 25ാം വിവാഹ വാർഷികം ഇവർ ആഘോഷിച്ചത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കരുവാച്ചേരി സ്വദേശി P. സുനിൽകുമാറും ഭാര്യ നിഷയുമാണ് ഈ ദമ്പതികൾ. ശ്രീ സുനിൽകുമാർ നല്ല വാർത്തയോട്. ഞങ്ങളുടെ വീടിനടുത്തുള്ള രാമര റോഡിൽ ഏകദേശം 7 മീറ്റർ വീതി കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലം വളരെ വൃത്തിയാക്കി മതിൽ കെട്ടി പൊതുജനങ്ങൾക്ക് ഉപയോഗമാകുന്ന രീതിയിൽ ഉദ്യാനമായി മാറ്റുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് ഞങ്ങളുടെ 25ാം വിവാഹ വാർഷിക ദിനമായ ഡിസംബർ 3-ന് 2 മരങ്ങൾ നട്ടുകൊണ്ട് ഈ ഉദ്യാനം പൊതുജനങ്ങൾക്കായി വിട്ടു നൽകുകയും ചെയ്തു. ഈ ഉദ്യാനത്തിൽ ഓപ്പൺ ലൈബ്രറി, ഇരിപ്പിടങ്ങൾ, ലൈറ്റുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് താമസിക്കുന്ന പ്രവാസിയായ
കൂടിയായ വിജയൻ നായർ അവിടെ മതിൽ കെട്ടുന്നതിനുള്ള സാമ്പത്തിക സഹായം ചെയ്തു തരികയും ചെയ്തു. ഈ സ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനാൽ അവിടെ വൃത്തിയാക്കി നല്ല പുല്ലുകൾ നട്ടുപിടിപ്പിച്ച് ചെടികൾ വെച്ച് നല്ല ഒന്നാന്തരം ഉദ്യാനമാക്കിയിരിക്കുകയാണ്. ഉദ്യാനം പരിപാലിക്കുന്നതിനും മറ്റും എന്നോടൊപ്പം സഹധർമ്മിണിയായ കേളപ്പജി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക നിഷ ടീച്ചറും മക്കൾ ഗൗതം കൃഷ്ണ, നന്ദകൃഷ്ണയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് എല്ലാവർക്കും